അവസരവാദ രാഷ്ട്രീയത്തിന്റെ കുപ്രസിദ്ധിയും സദ്ഭരണത്തിന്റെ പ്രശസ്തിയും ഒരുപോലെ ലഭിച്ച നേതാവാണ് നിതീഷ് കുമാർ. ഒന്നിച്ച് ഒരേ കളരിയിൽ രാഷ്ട്രീയം അഭ്യസിച്ച നിതീഷ് കുമാറിനെ ലാലു പ്രസാദ് യാദവ് ഒരിക്കൽ വിളിച്ചത് പാൽത്തൂറാം എന്നാണ്. പാൽത്തൂറാം എന്നാൽ എവിടെയും ഉറച്ചു നിൽക്കാതെ അധികാരത്തിന് വേണ്ടി ചാടിക്കളിക്കുന്ന ആൾ എന്നർത്ഥം. 4 പതിറ്റാണ്ടിലധികം നീളുന്ന രാഷ്ട്രീയ ജീവിതത്തിനിടെ നിതീഷ് കുമാർ നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയത് പല തവണ. രാഷ്ട്രീയ ഗുരുവായിരുന്ന ജോർജ് ഫെർണാണ്ടസിനെ നിഷ്കരണം വെട്ടിയൊതുക്കിയാണ് നിതീഷ് കൗടില്യതന്ത്രങ്ങളുടെ പരീക്ഷണം ആരംഭിച്ചത്. പാർട്ടിക്കുള്ളിലും മുന്നണിയിലും ഇരുതല മൂർച്ചയുള്ള വാൾ പ്രയോഗങ്ങൾക്ക് നിതീഷ് ഒരിക്കലും മടിക്കാറില്ല. നിതീഷിന്റെ വെട്ടിനിരത്തൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഇര JDU ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്ന ലലൻ സിംഗ് ആണ്. നിതീഷ് കുമാറിന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് ലലൻ സിംഗ് JDU അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം നിതീഷിൽ കൊണ്ടെത്തിക്കുക എന്ന ദൗത്യത്തിൽ സിംഗ് പരാജയപ്പെട്ടതോടെ നേതൃമാറ്റം. നിതീഷ് കുമാർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് നിതീഷ് കുമാർ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാത്ത മമതയും കേജ്രിവാളും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് നിർദ്ദേശിച്ചതോടെ നിതീഷ് ശുഭിതനായി. RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവുമായി ചേർന്ന് ലലൻ സിംഗ് പാലം വലിക്കുകയാണോ എന്ന സംശയവും ബലപ്പെട്ടതോടെ നിതീഷ് വീണ്ടും വാളെടുത്തു. മുൻപ് ജോർജ് ഫെർണാണ്ടസിന്റെ തണലിൽ ബീഹാർ മുഖ്യമന്ത്രി പദം നേടിയ ശേഷമാണ് നിതീഷ് ഫെർണാണ്ടസിനെതിരെ തിരിഞ്ഞത്. പാർട്ടിയിലെ എതിർ വിഭാഗത്തോട് ചേർന്ന് ശരത് യാദവിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തെത്തിച്ചു. ശരത് യാദവ് പാർട്ടി അധ്യക്ഷനും നിതീഷ് ബീഹാർ മുഖ്യമന്ത്രിയും എന്ന നിലയിൽ ഏറെക്കാലം നേതൃനിരയിൽ ഉരസലില്ലാതെ കടന്നുപോയി. നരേന്ദ്രമോദി വിരോധത്തിൽ NDA വിടാൻ നിതീഷിനൊപ്പം നിന്ന ശരത് യാദവിന് പക്ഷേ പിന്നീട് NDAയിലേക്ക് തിരിച്ചു പോകുന്നതിനോട് യോജിപ്പുണ്ടായില്ല. മുന്നണി മാറ്റത്തിന്റെ പേരിൽ ഇടഞ്ഞ ശരത് യാദവിനെ പുറത്താക്കി അന്നും നിതീഷ് കുമാർ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. മോദി തരംഗത്തിൽ JDUവിനേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ നിതീഷ് പകരക്കാരനാക്കിയത് ജിതിൻ റാം മാഞ്ചിയെ. RJDയുമായി ധാരണയുണ്ടാക്കിയ ശേഷം നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ മാഞ്ചി ഉടക്കി. ദളിത് നേതാവായ ജിതിൻ റാം മാഞ്ചിയെ പുറത്താക്കി മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചുപിടിക്കാൻ നിതീഷ് തെല്ലും മടിച്ചില്ല. 2022 തനിക്കെതിരെ JDUവിൽ പട നയിക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെന്ന് നിതീഷ് കുമാർ വിലയിരുത്തി. ഇതാണ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് NDA സഖ്യം വിട്ട പുതിയ കൂട്ടുതേടാൻ നിതീഷിനെ പ്രേരിപ്പിച്ചത്. വർഷങ്ങളായി ഇരുചേരിയിൽ നിന്ന് RJDയുമായി സഖ്യമുണ്ടാക്കി വീണ്ടും അധികാരത്തിലെത്തി. അതിൽ കോൺഗ്രസ് കൂടി ചേർന്നപ്പോൾ ബീഹാർ രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറഞ്ഞു. അത് പിന്നീട് ഇന്ത്യ സഖ്യം എന്ന വിശാല പ്രതിപക്ഷ മുന്നണിയിലേക്ക് എത്തി. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ NDA സഖ്യം ഉപേക്ഷിച്ച് മഹാസഖ്യത്തിന്റെ ഭാഗമായ നിതീഷിനെ ഒതുക്കി കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ചുക്കാൻ ഏറ്റെടുത്തു. സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിച്ച നിതീഷ് കുമാറിന് കൺവീനർ സ്ഥാനം പോലും ലഭിച്ചില്ല. RJD, ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് എന്നീ കക്ഷികളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാതായതോടെ നിതീഷ് നിരാശനായി. പ്രതീക്ഷിച്ച പോലെ ബീഹാറിൽ നിതീഷ് കുമാർ BJP നേതൃത്വത്തിലുള്ള NDAയിലേക്ക് ചുവടുമാറി. മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാൻ മുന്നണി മാറ്റം ശീലമാക്കിയ നിതീഷ് ഇത് 9ാം തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ മുന്നണികൾ മാറി മാറി നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്തത് 6 വട്ടം. ബീഹാറിലെ രാഷ്ട്രീയ കളികൾ അവസാനിച്ചിട്ടില്ല. ബീഹാറികളുടെ സുശാസൻ ബാബു ഇന്ത്യ സഖ്യം വിട്ട് വീണ്ടും പാൽത്തൂറാമാകുമ്പോൾ മുറിവേറ്റ RJDയുടെയും രാഷ്ട്രീയ അധികായൻ ലാലു പ്രസാദ് യാദവിന്റെയും പ്രതികാരം എങ്ങനെയാണെന്ന് കണ്ടറിയണം.